ഇനി പ്രേമിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രേമിച്ചൂടായിരുന്നോ? രസാന്ന്. വക്കീല് പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി എനിക്ക് പൂ കൊണ്ട് തന്നിന്. അപ്പാട് ഞാൻ അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ടെന്താപ്പാ, അമ്മയെ പെണ്ണെ വിളിച്ചു പൂരം ചീത്ത. എന്റെ സങ്കല്പത്തിന് പെണ്ണെങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞാട്ടെ. അതൊക്കെ ഉണ്ട്, പറയ് കേക്കട്ടെ. നമ്മളെ പഴയ നടിയില്ലേ സുമലത, ഓരെപ്പോലൊരു പെണ്ണാ എന്റെ സ്വപ്നത്തില്. സുമലത? വക്കീലേ, എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താണ്? എനിക്ക് നിങ്ങളെ മാതിരി അടിച്ചു പൊളിക്കണം, നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഒപ്പരല്ലോ. ഇന്നെ ചീത്തയാക്കാനാണോ ഇനി എന്റെ അടുത്ത് പറയുന്നത്? ലേശം. എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഇനി എന്താണ്? എനിക്ക് ധൈര്യത്തോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്നുവെച്ചാ എന്തെങ്കിലും ധൈര്യമായിട്ട്. നിങ്ങൾ വിചാരിച്ച നടക്കും. അടിച്ചങ്ങ് പൊട്ടിച്ചാളാ. മണങ്ങ് മണങ്ങ്. ഒന്നുകൂടെ പോയി കൊടുക്കണേ. സമയമുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ കീഞ്ഞേട്ടാ, ഇനി അകത്ത് പോയി ധൈര്യമായിട്ട് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞിട്ടോ. വക്കീലെ, അച്ഛനെ തല്ലും. തല്ലിക്കോട്ടെ, അച്ഛനല്ലേ. ഇറങ്ങ്. ഞാൻ എന്ത് പറയാനാ? ഇനി അതും വക്കീല് പറഞ്ഞു തരണോ? ഇനിയും വീട്ടുകാരുടെ മുന്നിൽ കുഞ്ഞനാവരുത്, കേട്ടിനോ? ബി എ മാൻ. ശരിയാ, ബി എ മാൻ. ലേശം ചോറെടുത്താട്ടെ. എനിക്കെന്താ കാര്യോ? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഓൻ നിങ്ങളെല്ലാം കാണാൻ പൂതിയായി പോലും. നീ എല്ലാം കൂടി അവനെ പിടക്കാക്കി. നിന്നെ നമ്മള് കാണിച്ചു കേട്ടാ ഈ കേസ് നോക്കിട്ട്. പൊന്നുപോലെ വളർത്തിയതാ ഓനെ ആള്. ഒരു കരയില്ലാത്ത ചെക്കനും അറിയ എനിക്ക്. എന്ത് വളർത്തിയെന്ന്? പിള്ളേരെ വളർത്തേണ്ടത് നിങ്ങളെ ചിന്തയിലല്ല. ഈ ബ്രോയിലർ കോഴി മാതിരി ആക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന്? ഓനും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഉള്ള ഒരുത്തനാന്ന്. അതും കൂടെ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾ ഓന്റെ ആരെല്ലോ ആവുള്ളൂ. ഏടെ എന്താടാ ഓന്റെ ഒരു കാര്യം? എത്ര ദിവസമായി അമ്മ ഓനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? വണ്ടി എടുക്ക. ഇനി കാര്യം പറയാം.
അല്ല ഇനി എന്തിനാന്ന് അവനോട് താങ്ക്സ് പറഞ്ഞത്? അതെന്താ കാര്യം? ഓരെന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ടല്ലേ എനിക്ക് ഡൈവേഴ്സിന് വരാൻ പറ്റിയത്. ആ അതുകൊണ്ടല്ലേ ഇങ്ങളെ പരിചയപ്പെടാൻ പറ്റിയത്. ഇങ്ങളെ കൂടെ കൂടിയതിന് ശേഷമല്ലേ ഞാൻ ലൈഫ് എൻജോയ് ചെയ്ത്. താങ്ക് യു വക്കീലെ, താങ്ക് യു. ഹേ, ഹേ. ആ കനകേട്ടാ, ഹലോ ഞാൻ ഇതിനിടയിൽ നിൽക്കുന്ന പ്രതിഭ എന്തല്ല പറയ് ഇടല്ലോ ഓക്കെ ഒന്ന് തുടങ്ങാൻ പോകുന്നുള്ളൂ. നീ എന്തെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിച്ചില്ല. ടി വി തുറന്ന ഇന്റെ മോന്ത മാത്രമേ കാണാറുള്ളൂ. ഇനി എന്തായാലും നാളെ ഈടത്തം വരെ ഒന്ന് വന്നോട്. സീറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സഖാവ് കാര്യമായിട്ടാണ്. ഇനി വാപ്പാ നമുക്ക് സംസാരിക്കാത്ത പാർട്ടി സെക്രട്ടറിയാ.